അപ്പനിപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ ഇപ്പോൾ വന്നിട്ട് പോയതേ ഉള്ളൂ മാളു. എന്നിട്ട് അപ്പു കണ്ണു തുറന്നു മോളെ. ഇനി പേടിക്കാനൊന്നും ഇല്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. ആന്റി, നമുക്ക് അവളൊന്ന് കാണാൻ പറ്റുമോ? പുറത്തു നിന്നെങ്കിലും. ഇല്ല മോളെ, അതിന് സമയമായിട്ടില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. മോള് സങ്കടപ്പെടണ്ട. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അപ്പുവിനെ കാണാമല്ലോ. മുരളിന്ന് വരൂ. എന്താ വിപി? മുരളി, വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു ഹോസ്പിറ്റൽ കോറിഡോറിൽ വെച്ചാ ഞാനും താനും ഗീതയും അശ്വതിയും ഒക്കെ തമ്മിൽ പരിചയപ്പെടുന്നു. അന്ന് മുതൽ കുറച്ചു നാൾ മുമ്പ് വരെ നമ്മൾ നല്ല സുഹൃത്തുക്കളായി, അല്ലെങ്കിൽ നല്ല സഹോദരങ്ങളായി ഒരേ മനസ്സോടെ ജീവിച്ചു. നമ്മളായി തുടങ്ങി വെച്ച സൗഹൃദം നമ്മുടെ മക്കളിലൂടെ തുടർന്നപ്പോൾ അവരെക്കാളേറെ സന്തോഷിച്ചത് നമ്മളായിരുന്നു, അല്ലേ മുരളി? പക്ഷെ ഇന്ന് ആ സൗഹൃദവും സ്നേഹമൊക്കെ നമ്മുടെ മക്കൾ കാരണം ഉലയാൻ തുടങ്ങിയിരിക്കുന്നു. ഇനിയും ഇതെങ്ങനെ തുടർന്നു പോയാൽ കണ്ടാൽ മിണ്ടാൻ തോന്നാത്ത വിധം നമ്മൾ അകന്നു പോയേക്കാന്നൊരു പേടി ഇപ്പം എനിക്കുണ്ട്. ഒന്നും ഞങ്ങളായിട്ടല്ലല്ലോ വിപി തുടങ്ങി വെച്ചത്. സമ്മതിച്ചു. ഒന്നിനും ഞാൻ മുരളിയോ അശ്വതിയോ മാളുവിനെ ബ്ലെയിം ചെയ്യുന്നില്ല. എല്ലാം എൻ്റെ മോളുടെ, അല്ലെങ്കിൽ എൻ്റെയും ഗീതയുടെയും തെറ്റ്. അത് സമ്മതിച്ചു തരാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല മുരളി. അതിൻ്റെ നാണക്കേടും ബുദ്ധിമുട്ടുമൊക്കെ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അറ്റംപ്റ്റ് ടു സൂയിസൈഡിന് ചിലപ്പോൾ അപ്പുവിൻ്റെ പേരിൽ പോലീസ് കേസെടുത്തേക്കാം. അങ്ങനെ വന്നാൽ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടും അപമാനവും വേറെ. ഞാനിപ്പോൾ എന്തു വേണമെന്നാണ് വിപി പറയുന്നത്? ഞങ്ങളുടെ കൂട്ടുകൂടി ഇനി മുരളിക്കും ഫാമിലിക്കും പ്രശ്നങ്ങളുണ്ടാവരുത്. ഒന്നാമത് മാളവിൻ്റെ എൻഗേജ്മെൻ്റൊക്കെ അടുത്ത് വരികയല്ലേ. ഇനിയിപ്പോൾ അരുണിൻ്റെ വീട്ടുകാരുടെ ഇഷ്ടവും താല്പര്യമൊക്കെ ആവും മുരളിക്ക് കൺസിഡർ ചെയ്യേണ്ടി വരിക. അതിനിടയിൽ നമ്മുടെ സൗഹൃദം ഒരു ബാധ്യതയാവരുത്. അതുകൊണ്ട് നല്ല സുഹൃത്തുക്കളായി തന്നെ നമുക്ക് പിരിയാം. സ്വരം നന്നായിരിക്കുമ്പോൾ തന്നെ പാട്ട് നിർത്തുന്നതല്ലേ അതിൻ്റെ ഭംഗി.